ചില്ലി പ്രോൺസ് ഉണ്ടാക്കാൻ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച പ്രോൺസിൻ്റെ ആ ഒരു എണ്ണ വെച്ചിട്ടാണ് നമ്മൾ ചില്ലി പ്രോൺസ് ഉണ്ടാക്കുന്നത്. ആ ഒരു എണ്ണ മതിയാവും, അതിൽ തന്നെ ഒരു ഫ്ലേവറൊക്കെ ഉണ്ടാവും. എണ്ണ ചൂടായി കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില ഇത് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതാണ് ചേർത്ത് കൊടുക്കുന്നത്. ലോ ടു മീഡിയം ഫ്ലെയിം മതിയാവും. നമ്മൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് സ്പ്രിംഗ് ഓനിയൻ്റെ ഗ്രീനും വൈറ്റും നമ്മൾ മിച്ചം വെച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു ചില്ലി പ്രോൺസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, അതാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം നമുക്ക് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന സവോളയും അതുപോലെ തന്നെ ക്യാപ്സിക്കവും ചേർത്ത് കൊടുക്കാം. സവോള നമ്മൾ സ്ക്വയർ ഷേപ്പിലാണ് കട്ട് ചെയ്ത് വെച്ചേക്കുന്നത്. ഞാനൊരു 2 വലിയ സവോളയാണ് എടുത്തേക്കുന്നത്. സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ക്യാപ്സിക്കം കട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ സവോള ചേർത്ത് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് വഴറ്റിയെടുക്കുന്നുണ്ട്. സവോള നന്നായിട്ട് സെപ്പറേറ്റഡ് ആയിട്ട് വരണം, എന്നിട്ട് വേണം നമുക്ക് ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാൻ. ഈ ഒരു പരുവം മതിയാവും. നമുക്ക് ഇതിലേക്ക് ഇനി ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം. നമ്മുടെ സവോളയൊക്കെ ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. ക്യാപ്സിക്കം ആണെങ്കിലും അധികം വേവില്ല, പെട്ടെന്ന് തന്നെ അത് വഴന്ന് വരും. ഇനി ക്യാപ്സിക്കം കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും അല്പം മഞ്ഞപ്പൊടിയും ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. തീ നമുക്കൊന്ന് കൂട്ടിക്കൊടുക്കാം. മീഡിയം ടു ഹൈ ഫ്ലെയിം വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് വെന്തുടഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഇതിലേക്ക് സ്പ്രിംഗ് ഓനിയൻ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഗ്രീൻ സ്പ്രിംഗ് ഓനിയനും അതുപോലെ തന്നെ വൈറ്റ് പാർട്ടും രണ്ടും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് സോസുകൾ ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ വീതം ടൊമാറ്റോ സോസും സ്വീറ്റ് ചില്ലി സോസും, 1 ടീസ്പൂൺ സോയാ സോസും, പിന്നെ അതിലേക്ക് 2 ടീസ്പൂൺ വെള്ളവും കൂടെ ചേർത്ത് നമ്മൾ മിക്സ് ചെയ്തിട്ടുണ്ട്. ആ ഒരു സോസിൻ്റെ മിക്സാണ് നമ്മൾ ചേർത്ത് കൊടുത്ത് ഇളക്കുന്നത്. ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന പ്രോൺസ് ചേർത്ത് കൊടുക്കാം. ഇതിന് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. ആ ഒരു മസാലയൊക്കെ ചെമ്മീനിൽ നന്നായിട്ട് പിടിക്കണം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചെറു ചൂടുവെള്ളത്തിൽ കലക്കിയ മിശ്രിതമാണിത്. ഇനി നമ്മൾ ഇത് ചേർത്ത് കൊടുക്കുവാണ്. ഇത് ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ ഈ ഒരു കറിക്ക് നല്ലൊരു തിക്ക് ഗ്രേവി കിട്ടാൻ സഹായിക്കും. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ കോൺഫ്ലോറിന്റെ മിക്സുമായിട്ട് നമ്മുടെ ഗ്രേവി നന്നായിട്ട് മിക്സ് ആയിട്ട് നമ്മുടെ ഒരു കറീനെ ശരിക്കും ഒരു തിക്ക് ഗ്രേവി ഉള്ളൊരു കറിയാക്കി മാറ്റും. നമ്മുടെ കറിയോട് റെഡി ആയിട്ടുണ്ട്. കറക്റ്റ് കൺസിസ്റ്റൻസി ആണ്. നമുക്കിനി ഇതൊരു സെർവിംഗ് ഡിഷിലോട്ട് മാറ്റാം.